അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇസാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അൽഹംദുലില്ലാ, സൂറ ഫാത്തിഹയുടെ തഫ്സീറിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള ആയത്ത് എന്ന് പറയുന്നത് മാലിക് യൗമിദ്ദീൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ഇവിടെ മനുഷ്യന്മാരായ രാജാവിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, മറിച്ച് എപ്പോഴും നിലനിൽക്കുന്ന എല്ലാത്തിലും എല്ലാ സമയത്തും അധികാരമുള്ള മാലിക്കിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, മനുഷ്യന്മാർ ചില സമയത്ത് മാലികളായിട്ട് മാറുന്നുണ്ടല്ലേ. അതായത് അവരെ ആ ഒരു ഉടമസ്ഥത, ആ അധികാരം എന്ന് പറയുന്നത് അത് കുറച്ച് സമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ അത് കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മളന്ന് ഫോണിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായല്ലേ. അതായത് ഫോൺ നമ്മുടെ ഫോണാന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട്, നമ്മളെ മുകളിൽ അധികാരമുണ്ട്. പക്ഷേ ആ ഫോണിന് എന്തെങ്കിലും സംഭവിച്ച് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ അതിനെ നന്നാക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കില്ല. അത് നമ്മൾ പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അധികാരം ഇല്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അധികാരമാണ്. അതേപോലെ തന്നെ എന്തല്ല, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. കുറച്ച് സമയത്തേക്കേ നമുക്കത് കിട്ടും. അത്ര നമ്മളെ കയ്യിലുള്ളൊരു കാര്യം, നമ്മളെ അധികാരത്തിലുള്ളൊരു കാര്യം ഇപ്പോൾ എടുത്ത് മാറ്റണം എന്ന് വിചാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പറ്റും. അതുകൊണ്ട് അതിപ്പോൾ പെർമനൻ്റായിട്ട് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതുണ്ടാവില്ല. അപ്പം ഈ മനുഷ്യന്മാരിലുണ്ടാകുന്ന ആ മാലിക് എന്ന് പറയുന്ന പൊസിഷന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് സമയത്തേക്ക് കൊടുക്കുന്നതാണ്. അത് നമ്മളെ മുകളിലൊരു പരീക്ഷണം കൂടിയാണല്ലേ. അതായത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മുകളിലുള്ള ഒരുപാട് മാലിക്കുകളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ അവരെ പേടിച്ചിട്ടായിരിക്കും ജീവിച്ചു പോകുന്നുണ്ടാവാം. അത് നമുക്കിപ്പോൾ ചില വീട്ടിൽ ഹസ്ബൻഡ് ആവാം, ചില ആൾക്കാർക്ക് പാരൻസ് ആവാം, അങ്ങനെ ആരും ആവാം. അതേപോലെ തന്നെ ഇൻലോസ് ആവാം. അപ്പോൾ അവരെ നമ്മൾ ഭയന്നിട്ടായിരിക്കും, അവർ നമ്മുടെ മുകളിൽ മാലിക്കുകളായിരിക്കും അല്ലേ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ കൂടുതൽ അവരെ ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമൊക്കെയില്ല അല്ലേ. അങ്ങനെ ജീവിക്കുന്നുണ്ടാകും നമ്മൾ പല കാര്യങ്ങളും. അവരെന്ത് വിചാരിക്കും, ഇവരിങ്ങനെ വിചാരിക്കും, അവർക്കതിൽ തൃപ്തി ഉണ്ടാവും, ഇവർക്കതിൽ തൃപ്തി ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ഓവർ അവരെ തന്നെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയണം, മേജറായിട്ട് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പോൾ ഈ മനുഷ്യന്മാരായ മാലിക്കുകളെന്ന് പറയുമ്പോഴൊക്കെ രണ്ട് ടൈപ്പിലുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, എന്താണ്, നമ്മുടെ മുകളിലുള്ള മാലിക്കുകൾ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന മാലിക്കിനെയാണ്. മാലിക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇവർക്കുള്ള ഈ ഒരു അധികാരം എന്ന് പറയുന്നത് അത് കുറച്ച് സമയത്തേക്കുള്ളത് മാത്രമായിരിക്കും. അത് അവരുടെ മുകളിലൊരു പരീക്ഷണവും കൂടിയാണ്. ഇനി രണ്ടാമതായി ഒരു കാര്യം പറയാനുള്ളത്, രണ്ടാമത്തെ മാലിക് എന്ന് പറയുന്നത് അത് നമ്മളൊരു സമയത്ത് മാലിക്കായേക്കാം അല്ലേ. അതായത് ഈ ഒരു ടെമ്പററി അധികാരം നമ്മുടെ കയ്യിലൊരു സമയത്ത് വന്നേക്കാം. നമ്മൾ ഉമ്മയാകുന്ന സന്ദർഭത്തിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും, അതേപോലെ തന്നെ ഒരു മരുമകൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അമ്മായിയും ആകുന്ന ഒരു പൊസിഷൻ, അവിടെയൊക്കെ നമുക്ക് എന്താണെന്നുണ്ട് ആ ഒരു അധികാരം കിട്ടുന്നുണ്ടല്ലേ. നമ്മളവിടെ മാലിക്കുകളായിട്ട് മാറുന്നുണ്ട് കുറച്ച് സമയത്തേക്ക്, കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും. അവിടെ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഏത് രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ മുകളിലുള്ളൊരു പരീക്ഷണം അല്ലേ. ഈ ഏത് സിറ്റുവേഷനിലും നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മളുടെ മുകളിലുള്ള മാലിക്കുകളുണ്ടാവും, നമ്മൾ മാലിക്കാകുന്നൊരു ദിവസം വരാം. ഏത് സിറ്റുവേഷനിലും നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അത് ശരിക്കും നല്ല രീതിയിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ യൗമിദ്ദീൻ, അതായത് ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം രാജാവായിട്ടുണ്ടാകുന്ന ആ ഒരു ദിവസത്തിൽ നമുക്ക് എന്തുണ്ടാവും, എല്ലാത്തിനും ആൻസർ ഉണ്ടാവും. കാരണം നമ്മുടെ മുകളിൽ മാലിക്കുകളുണ്ടായ സമയത്തും നമ്മൾ മാലിക്കായ സമയത്തും നമ്മൾ ഏറ്റവും നല്ല രീതിയിലാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ആൻസർ ഉണ്ടാവും. നമുക്കറിയാം, അവസാന ദിവസത്തിൽ വാക്കുകൾക്ക് ഒരു പ്രസക്തിയില്ല അല്ലേ. നമ്മൾ ഓരോ സെക്കൻഡിലും എന്താണ് ചെയ്തിട്ടുള്ളത്, നമുക്ക് കിട്ടിയ എന്ത് അനുഗ്രഹമായാലും എന്ത് കാര്യമായാലും, നമ്മുടെ ജീവിതത്തിലുള്ള മനുഷ്യന്മാരായാലും നമുക്ക് കിട്ടിയ സിറ്റുവേഷൻ ആയാലും നമ്മുടെ സമയം, ഹെൽത്ത്, എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നും അവിടെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒരു പ്രസക്തിയില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, കുറച്ച് മുന്നേ എന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ ആ ബുക്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ മാലിക്കുകളായിട്ടുണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ അഹങ്കരിച്ച് നടന്നതാണോ എന്നുള്ളത് നമുക്ക് ആ ഒരു ഡേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്ര നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അന്ന് നമുക്ക് എന്തായിരിക്കും, ആ യൗമിദ്ദീനിൽ നമുക്ക് എല്ലാത്തിനും ആൻസർ ഉണ്ടാവും. നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും അല്ലേ. നമുക്കറിയാം, നമുക്ക് മിക്കവരിലുള്ള സ്വഭാവമാണ് നമ്മൾ ഈ ദുനിയാവിൽ തന്നെ നമ്മുടെ കൂടെയുള്ളവരെയോ ഒക്കെ ആയിട്ട് നമ്മളെന്താക്കും, അവർ നമ്മൾ ജഡ്ജ് ചെയ്ത് നടക്കും.
അതായത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അവർ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ വലിയ ആളായി, ഞാൻ ആ കാര്യം ചെയ്യുന്നത്, ഞാൻ ഈ കാര്യം ചെയ്യുന്നത്, എന്താ അവൾക്ക് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ പോകും. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് അത് റബ്ബിനുള്ളത് മാത്രമാണ്. നമുക്കൊരു മനുഷ്യനെ പോയി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. അവരെത്രത്തോളം റബ്ബുമായി അടുക്കുന്നുണ്ട്, അവരെത്രത്തോളം ഇബാദത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ 2-3 നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അവർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർ അറിയാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമായിട്ട് അവർ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും. അത് നമുക്കറിയില്ല. അത് അവരും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമായിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ ഒരാളെയും ഏത് വകയിൽ നോക്കിയാലും ജഡ്ജ് ചെയ്യാനുള്ള ഒരു സംഭവം നമുക്കില്ല. അവർക്കൊരു കാര്യം അറിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിനെക്കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്ക് എത്തിച്ചു കൊടുക്കാം. ഇവൻ നമ്മുടെ അടുത്തുള്ള മക്കളായാൽ പോലും ആരായാലും പോലും അവരെ അടിച്ചമർത്താനുള്ള ആ ഒരു ഇതും നമുക്കില്ല. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ദുആ ചെയ്യുക, അല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാനോ അതിലേക്ക് അടിച്ചമർത്താനോ ഉള്ള കാര്യത്തില്ല. ബാക്കിയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കോളും. നമുക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത് അറിവ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് അത് നമുക്ക് പറ്റൂല. അത് ചെയ്യാൻ അത് ചെയ്തു കൊടുക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിൻ്റെ മേൽ നമ്മൾ ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. അവിടെ അവരുടെ ആഖിറ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഖിറ ആദ്യം സെറ്റാക്കാൻ നോക്കണം, അല്ലേ? നമുക്കൊരുപാട് പെർഫെക്റ്റ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ആളെ പോയിട്ട് ജഡ്ജ് ചെയ്യാനോ അവർക്ക് സർട്ടിഫിക്കറ്റാനോ കൊടുക്കാനുള്ളതല്ല നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ മിനിറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം വിലപ്പെട്ടതാണ്. കാരണം ഈ ഓരോ സെക്കൻഡിലും ചെയ്യുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളിവിടെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മുടെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമ്മൾ ചിലവഴിച്ച് കൂട്ടുന്നത്, അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിലാണെങ്കിൽ ആ ദിവസം നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചീത്ത രീതിയിലാണ്, വേണ്ടാത്ത രീതിയിലാണ് നമ്മൾ അപ്പോൾ ആ ഒരു സമയത്ത് ബിഹേവ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ഈ മാലിക് എന്ന് പറയുന്നത്, മാലിക്കായ റബ്ബ് എന്ന് പറയുന്നത് നമുക്ക് ചില സമയത്തത് നമ്മൾ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. അതായത് നമ്മൾ ശരിക്കും ഈ മാലിക്കായ റബ്ബിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിന് അങ്ങേയറ്റം സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് മനുഷ്യരാവാം, ഒരു സാധനമാവാം, എന്ത് വേണമെങ്കിലാവാം. അതിന് നമ്മൾ അങ്ങേയറ്റം നമ്മളിതെന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കാര്യം നമ്മളിതിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്ത്, അത് മനുഷ്യരാവാം, എന്തും ആവാം, നമ്മുടെ ഇതിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്ത് നമ്മളെന്തായി പോവും? ആകെ തളർന്നു പോവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടേന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് ചേർത്ത് വെച്ച്, പക്ഷേ ഈ ദുനിയാവിലുള്ളതൊന്നും നമുക്ക് ബിലോങ് ആയിട്ടുള്ളതല്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അത് നമുക്ക് കുറച്ച് സമയത്തേക്ക് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും നമുക്കും നമ്മളെ കൂടെയുള്ളവർക്കും എല്ലാ കാര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കുള്ളിലുണ്ടാകുന്ന ആ ഒരു വേദന, ആ ഒരു വേവലാതി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ എൻ്റേതാണ്, എൻ്റെ അധികാരത്തിലുള്ളതാണ്, ഇപ്പോൾ എനിക്ക് എപ്പോഴും നിലനിന്നിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മളിലുള്ളത് കൊണ്ടാണ്. ശരിക്കും ആ മാലിക്കായ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കാതെ കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ തളർന്നു പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ മാലിക്കായ റബ്ബിനോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാരണം ഈ മാലിക്കായ റബ്ബിന് എന്ത് തരാനുള്ള കഴിവുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും കൺട്രോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉള്ളത്, ആ മാലിക്കായ റബ്ബിലാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അല്ലേ? ചോദിക്കുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ തന്നെ ദുആ ചെയ്യാൻ നോക്കുക. അതായത് എനിക്ക് സ്വർഗ്ഗത്തിൽ അടിയെ തട്ട, അതായത് ഈ നല്ല ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആ ഒരു ലെവലാണ് എനിക്കും വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് തന്നെ ദുആ ചെയ്യുക. കാരണം നമ്മൾ ദുആ ചെയ്യുന്നത് ആരോടാണ്? മാലിക്കായ റബ്ബിനോടാണ്. എല്ലാ കാര്യത്തിനും കൺട്രോളുള്ള റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. എല്ലാ കാര്യം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചോദിക്കാം. ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് എല്ലാ കൺട്രോളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് അതിൽ തവക്കുൽ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടെൻഷൻ അടിച്ച് പോകുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഭയങ്കര റിലീഫായിരിക്കും. കാരണം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ടാണ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഓരോ ലൈഫ് സ്റ്റേജസും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദുആയിലൂടെയും തവക്കലിലൂടെയും ആയിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സാധനം ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുന്ന വരെയുള്ളതെന്ന് പറയുമ്പോഴേക്ക് ഇപ്പോൾ നമ്മളെ പാരൻസ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ മരിച്ചു പോകില്ലേ? ആരായാലും നമ്മൾ കൂടെയുള്ള ആരായാലും ചിലപ്പോൾ നമ്മളായിരിക്കും ആദ്യം മരിച്ചു പോകുക, ഇല്ലെങ്കിൽ അവരായിരിക്കും ആദ്യം മരിച്ചു പോകുക. അപ്പോൾ ആ ഒരു എക്സ്പയറി ഡേറ്റ് വരെ നമുക്ക് അവരോടൊപ്പം നിൽക്കാനുള്ള ആ ഒരു ഇതുണ്ട്. ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അവരോട് പെരുമാറുക എന്നുള്ളതാണ്, അവരിലൂടെ ഒരു സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
നമുക്ക് ഈ നാളത്തെ കാര്യത്തിനെ കുറിച്ചിട്ട് ഭയങ്കര ടെൻഷനാല്ലേ. അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിനൊക്കെ ഭയങ്കര രീതിയിൽ വില കൂടി വരുന്ന സമയത്ത്, ഓയിൽസിനായാലും ഫ്യൂവൽസിനായാലും ഒക്കെ നല്ല രീതിയിൽ വില കൂടി വരുന്ന സമയത്തും ചില ഗവൺമെൻറ്റിൻ്റെ റൂൾസും അതും ഇതും, അതേപോലെ തന്നെ നമുക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ, നമ്മുടെ പ്രോപ്പർട്ടിക്ക് വിലയില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് സന്ദർഭത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകലുണ്ട്. ഒരുപാട് ടെൻഷനിലൂടെ നാളെ എന്താവും, ഇതെന്താവും, വീട് പണി കഴിഞ്ഞില്ല, അതായില്ല, ഇതെല്ലാം മക്കൾ സ്കൂൾ, അതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ മനസ്സിലാക്കുക, ഈ മാലിക്കായ റബ്ബ് അവിടെ എപ്പോഴും ഉണ്ട്. ഈ നമ്മൾ ടെൻഷൻ അടിക്കുന്ന എല്ലാ കാര്യത്തിനും മുകളിൽ കൺട്രോളുള്ളത് ഈ മാലിക്കായ റബ്ബിനാണ്. അപ്പോൾ ആ റബ്ബിനോട് ചോദിച്ചാൽ മതിയില്ലേ, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ റബ്ബിനോടെല്ലാം ചോദിച്ചാൽ മതി. അള്ളാഹ് എനിക്കിതാണ് പ്രശ്നം, ഇപ്പോൾ നമുക്ക് വീടായിട്ടില്ലെങ്കിൽ അള്ളാഹ് എനിക്ക് വീടായിട്ടില്ല, എങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്യാമെന്നുള്ളത് നമ്മളെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല. പക്ഷേ ആ മാലിക്കായ റബ്ബിനോട് ചോദിക്കുക. കാരണം എല്ലാത്തിനും കൺട്രോൾ ആ മാലിക്കായ റബ്ബിലാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ കാര്യവും മാലിക്കായ റബ്ബിനോട് നമുക്ക് പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി, അതിൽ തവക്കുൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പലപ്പോഴും, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന സമയത്തും, അതേപോലെ തന്നെ ഒരുപാട് കാര്യത്തിനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇല്ലാണ്ടാകുന്ന സമയത്തും നമുക്ക് ശരിക്കും ഈ മാലിക്കായ റബ്ബിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു സാഹചര്യങ്ങളിലൂടെ നമ്മൾ പാസ്സാകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറിലാവും. ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ ലൈഫും, അതായത് ഓരോ ലൈഫ് സ്റ്റേജസും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.